ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു റിവ്യൂ ഉണ്ടോ ചെയ്യാൻ പോകുന്നത്. ഞാൻ 2 ടൈപ്പ് ചോപ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്നും. സോ അതിൻ്റെ റിവ്യൂ ചെയ്യാമെന്ന് കരുതി. ബോക്സ് കിട്ടിയപ്പോൾ തന്നെ രാഹു അത് കൈ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ആർക്കും കൊടുക്കാതെ. ഇത് ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം ഓപ്പൺ ചെയ്തതാണ്, പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ഒരു പ്രഹസനം. ഈ ഒറ്റ ബോക്സിൽ 2 പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ, 2 ചോപ്പറുകളുണ്ട്. ഒന്ന് ലാർജും ഒന്ന് സ്മോൾ സൈസുമാണ്. 200 സംതിങ് റുപ്പീസ് റേറ്റായിട്ട് വരുന്നുള്ളൂ കേട്ടോ. ആ റേറ്റിന് ഇത് വേർത്താണ്, ഈ 2 പ്രോഡക്റ്റും വേർത്താണ്. പക്ഷേ അത്രയ്ക്ക് ലോങ് ലാസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ ഇച്ചിരി ഐറ്റംസ് നമ്മൾ അരിയാനായിട്ട് ഇടുന്നുണ്ടെങ്കിൽ അരിഞ്ഞു കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അത്യാവശ്യം നല്ല കട്ടിയുള്ള ഐറ്റംസ്, സവാളയൊക്കെ നല്ല കട്ടിയിൽ ഇടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും അത് ആ ബ്ലേഡിൽ ലോക്കായി ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എല്ലാം ചോപ്പേഴ്സും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് കരുതുന്നത്. പിന്നെ അതിൻ്റെ ത്രെഡ് ഉണ്ടല്ലോ, ആ വലിക്കുന്ന ത്രെഡ് അത് ഇച്ചിരി കട്ടി കുറവാണ്. വലിഞ്ഞു പോരും എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരുപാട് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഞാൻ കണ്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കാം. ത്രെഡിൻ്റെ കട്ടി ഉണ്ട്, ഇച്ചിരി കട്ടി കുറവാണ് ആ ത്രെഡിന്. ഇത് 2 ഉണ്ടോ 200 സംതിങ് റുപ്പീസിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ആയിരുന്നു കേട്ടോ. അത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതായിരുന്നു. നല്ല പ്രോഡക്റ്റാണ് ഇത്. നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. സംഭവം ആ പ്രസ് ചെയ്യുന്ന ഐറ്റത്തിൽ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും താഴേക്ക്. പിന്നെ ആ ലോക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മേളിലേക്ക് കൊണ്ടുവരികയും കട്ടില്ല.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം കേട്ടോ. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഇതിന് ഒരു 100 സംതിങ് റേറ്റേ വരുന്നുള്ളൂ. ആ റേറ്റിന് ഇത് വർത്താണ്.